നാച്ചുറൽ റിസോഴ്സസ് അതൊരു രാജ്യത്തിൻ്റെ എക്കണോമിക് പ്രോഗ്രസിന് വേണ്ടി മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാച്ചുറൽ റിസോഴ്സസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. First question, the Mumbai High region of Arabian Sea is known for mining dash. Mumbai High region എന്തിന് ഫേമസ് ആണ് നമുക്കറിയാം. ദാറ്റ് ഈസ് ഫേമസ് ഫോർ മിനറൽ ഓയിൽ അല്ലേ. ഇന്ത്യയിലെ മിനറൽ ഓയിലിൻ്റെ മൈനിങ് നടക്കുന്ന പ്രദേശമാണ് മുംബൈ ഹൈ റീജിയൻ. എന്നിരുന്നാലും നമ്മൾ ഓർത്തിരിക്കണം, ഇന്ത്യയിലെ യുറേനിയം പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, കോൾ മൈൻസ് എവിടെയൊക്കെയാണ്, പ്രധാനപ്പെട്ട കോപ്പർ മൈൻസ് ഏതൊക്കെയാണ്, മുംബൈ ഹൈയിൽ മാത്രമല്ലാതെ മറ്റ് പ്രദേശങ്ങളിൽ മിനറൽ ഓയിൽ ഉണ്ടോ, ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇന്ത്യയിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഒന്ന് ജാദുഗൂഡ ഇൻ ജാർഖണ്ഡ്, തുമ്മലപ്പള്ളി ഇൻ ആന്ധ്രാപ്രദേശ്. ഈ രണ്ട് സ്ഥലങ്ങൾ പഠിച്ചു വെക്കുക. ജാദുഗൂഡ ഇൻ ജാർഖണ്ഡ് ആൻഡ് തുമ്മലപ്പള്ളി ഇൻ ആന്ധ്രാപ്രദേശ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് യുറേനിയം മൈൻസ് ഓഫ് ഇന്ത്യ. സിമിലർലി കോൾ മൈൻസ് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൾ മൈൻസ് നമുക്ക് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ റീജിയനിലാണ്. പ്രത്യേകിച്ച് നമുക്ക് ദാമോദർ റിവറിൻ്റെ തീരത്ത് ദാമോദർ റിവർ വാലിയിൽ നമുക്ക് കോൾ മൈൻസ് കാണാൻ സാധിക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൾ മൈൻസ് നമുക്ക് നോക്കാം. ജരിയ, ധൻബാദ്, ബൊക്കാറോ, ജയന്തി, ഗൊദ്ദ ആൻഡ് ഗിരിദ്, ദെൻ രാംഗർഹ്, കരൺപുര, ദാൽട്ടോൺഗഞ്ച്, ഓൾ ഇൻ ജാർഖണ്ഡ്. ഓക്കെ, ദെൻ റാണിഗഞ്ച്, ദാലിൻഗഡ്, ബീർഭൂം, ചിനാക്കൂരി, all in West Bengal. Again, Korba, Bishrampur, Sonkat, Jilmil, Hasdo, Aranth, etc. in Chhattisgarh. These are the important coal mines of India. Then important copper mines of India, that is Malanchkand mine in Madhya Pradesh, Kolikhan, Khetri, Banavas in Rajasthan, Shurda mine in Jharkhand are the important copper mines of India. Important mineral oils, Digboi, Dulaijan and Sipsagar in Assam and Rajasthan and Gujarat are the main mineral oil producers. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദനം നടക്കുന്നത്, പെട്രോളിയം പ്രൊഡക്ഷൻ നടക്കുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിനറൽ ഓയിൽ റിസർവ് കാണപ്പെടുന്നത് ആസാമിലാണ്. ഓക്കെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രയോജനപ്പെടും. ദ ലാർജസ്റ്റ് റിസർവ് ഓഫ് മിനറൽ ഓയിൽ ഈസ് ഇൻ ആസാം ആൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിനറൽ ഓയിൽ ഈസ് രാജസ്ഥാൻ. അഗെയിൻ ഈ മൈൻസ് ഓർത്ത് വെക്കുക, ഈ ലൊക്കേഷൻസ് ഓർത്ത് വെക്കുക, ഏത് സംസ്ഥാനം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ Guva and Navamundi mines are located in which state of India? Assam, Haryana, Rajasthan, Jharkhand. മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജാർഖണ്ഡിലാണ് ഈ ഗുവ ആൻഡ് നവോമുണ്ടി മൈൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ദീസ് മൈൻസ് ആർ ഫേമസ് ഫോർ അയൺ ഓർ. ഓക്കെ, ബെസ്റ്റ് ക്വാളിറ്റി അയണോറിന് ഫേമസ് ആയ മൈൻസ് ആണ് ഗുവ ആൻഡ് നവോമുണ്ടി. ദെൻ ദറ്റ് ഈസ് ഹൈ ഗ്രേഡ് അയണോർ ആസ് വെൽ ആസ് ഇൻക്ലൂഡിങ് ബ്ലൂ ഡസ്റ്റ്. ബ്ലൂ ഡസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ബ്ലൂ ഡസ്റ്റിന് ലഭിക്കുന്നുണ്ട്, ഹൈ ഗ്രേഡ് അയണോർ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പഞ്ചാബ് സ്റ്റേറ്റ് ഈസ് റിച്ച് ഇൻ വിച്ച് നാച്ചുറൽ റിസോഴ്സ് ഓഫ് ദി ഫോളോവിങ്. ഓക്കെ, പഞ്ചാബ് എന്ന പേരിൽ തന്നെ ഉണ്ട് 5 നദികളുടെ നാട്. ഓക്കെ, ദാറ്റ് ഈസ് ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്ന ഇൻഡസിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയ 5 നദികൾ ഉണ്ടാക്കുന്ന ഫെർട്ടൈൽ ലാൻഡ് ആണ് പഞ്ചാബ്. പഞ്ചാബിൻ്റെ ഏറ്റവും പ്രത്യേകത തന്നെ അതിൻ്റെ ഫെർട്ടൈൽ സോയിലാണ്. സോ നാച്ചുറൽ റിസോഴ്സ് ഫ്രം ദ ഫോളോവിങ് ഏതാണ്? ഫെർട്ടൈൽ സോയിൽ. പഞ്ചാബ് സ്റ്റേറ്റ് ഈസ് ഫേമസ് റിച്ച് വിത്ത് ഇറ്റ്സ് ഫെർട്ടൈൽ സോയിൽ. നെക്സ്റ്റ്, what is the geographic location of the world's largest coral reef known as Great Barrier Reef? ലോകത്തിലെ ഏറ്റവും വലിയ കോറൽ റീഫായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഈസ് ലൊക്കേറ്റഡ് ഓസ്ട്രേലിയ. സോ ഓസ്ട്രേലിയ വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question, in which state of India is shifting cultivation known as Bringa? ബ്രിങ്ക എന്നറിയപ്പെടുന്ന ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്, മണിപ്പൂർ, ഒഡീഷ, മധ്യപ്രദേശ്. ആൻസർ വന്നിരിക്കുന്നത് മണിപ്പൂരാണ്. സ്ഥിരമായി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പം ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് ഇന്ത്യയിലെ പല ഭാഗത്തും പല പേരുകളാണ്. ഫോർ എക്സാമ്പിൾ, ബ്രിങ്കയുടെ മറ്റൊരു പേരാണ് പാമാദാബി ഓർ കൊമാൻ എന്നൊക്കെയും ഒഡീഷയിൽ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ പാമാദാബി ഓർ കൊമാൻ ഓർ ബ്രിങ്ക എല്ലാം ഒഡീഷയിലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ജൂം എന്ന് പറഞ്ഞാൽ ജനറലി ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ ഈസ് കോമൺലി നോൺ ആസ് ജൂം. മണിപ്പൂർ അഥവാ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ കാണപ്പെടുന്നതാണ് ജൂം കൾട്ടിവേഷൻ. ദെൻ പൊതു ഈസ് ദ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ബെവാർ ഓർ ദഹിയ ഈസ് ദ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇൻ മധ്യപ്രദേശ് എന്ന കാര്യവും മറക്കാതിരിക്കുക. നെക്സ്റ്റ്, ദ സ്ട്രെച്ച് ബിറ്റ്വീൻ മുംബൈ ടു ഗോവ ഓഫ് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ്.
ഓക്കെ, ദ സ്ട്രെച്ച് ബിറ്റ്വീൻ മുംബൈ ടു ഗോവ ഓഫ് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നതാണ് കൊങ്കൺ കോസ്റ്റ്. ഓക്കെ, കൊറമാൻഡൽ കോസ്റ്റ് എവിടെയാണ്? ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ ആണ്. കൊറമാൻഡൽ കോസ്റ്റ് ഇസ് ദ കോസ്റ്റൽ റീജിയൻ ഓഫ് തമിഴ്നാട് ഈസ് നോൺ ആസ് കൊറമാൻഡൽ കോസ്റ്റ്. മലബാർ കോസ്റ്റ് എവിടെയാണ്? മലബാർ കോസ്റ്റ് ഇസ് എ കോസ്റ്റൽ റീജിയൻ ഓഫ് കേരള ഈസ് നോൺ ആസ് മലബാർ കോസ്റ്റ്. കന്നഡ പ്ലെയിൻ അഥവാ കർണാടക പ്ലെയിൻ എവിടെയാണ്? ദാറ്റ് ഈസ് ദ കോസ്റ്റൽ റീജിയൻ ഓഫ് കർണാടക ഈസ് നോൺ ആസ് കർണാടക പ്ലെയിൻ ഓർ കന്നഡ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗ്രൂപ്പ് ഓഫ് ക്രോപ്സ് ബിലോങ് ടു ഫൈബർ ക്രോപ്സ് and are produced on a large scale in India? തന്നിരിക്കുന്ന ഓപ്ഷൻ ഗ്രാം ആൻഡ് തൂർ, ജൂട്ട് ആൻഡ് ഹെംപ്, ടീ ആൻഡ് കോഫി, വീറ്റ് ആൻഡ് റൈസ്. ഇവിടെ നോക്കുമ്പോഴേ അറിയാം ഫൈബർ ക്രോപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് വീറ്റ്, ഗ്രാം, ടീ ഒന്നും ഫൈബർ ക്രോപ്പ് അല്ല. ഫൈബർ ക്രോപ്പ് ജൂട്ട് ആണ്. സോ ജൂട്ട് ആൻഡ് ഹെംപ് വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്ലാക്ക് സോയിൽ ഏരിയ ഓഫ് ദ ഡാഷ് ഈസ് നോൺ ആസ് ദി ഡെക്കൻ ട്രാപ്പ്. ഓക്കെ, നോർത്തേൺ പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലേറ്റോ, then കോസ്റ്റൽ പ്ലെയിൻസ്, ഹിമാലയൻ മൗണ്ടെയിൻസ്. നമുക്കറിയാം നോർത്തേൺ പ്ലെയിൻസിൽ മെയിനായിട്ട് കാണുന്ന അലൂവിയം സോയിലാണ്. ഓക്കെ, അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് ബ്ലാക്ക് സോയിൽ അല്ല. ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന പ്രദേശം എവിടെയാണ്? പെനിൻസുലാർ പ്ലേറ്റോയുടെ അഥവാ ഡെക്കൻ പ്ലേറ്റോയുടെ നോർത്തേൺ റീജിയനിലാണ്, നമുക്ക് ഡെക്കൻ ട്രാപ്പ് റീജിയനിലാണ് നമുക്ക് ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫേമസ് തണ്ടർ സ്റ്റോംസ് കാൽ ബൈശാഖി? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സെഷനിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ലൂ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് കാണുന്നത് കാൽ ബൈശാഖിയാണ്. ആൻഡ് ദ റീജിയണൽ ഓർ ലോക്കൽ വിൻഡ് ഓഫ് ഇന്ത്യ ആണ് കാൽ ബൈശാഖി. വെസ്റ്റ് ബംഗാളിൽ കാണപ്പെടുന്ന മഴയാണ് കാൽ ബൈശാഖി എന്ന് പറഞ്ഞ് ഇടിയോടുകൂടിയ തണ്ടർ സ്റ്റോം ആണ് കാൽ ബൈശാഖി എന്ന കാര്യവും ഓർക്കാതിരിക്കുക. ഇതൊരു പ്രീ മൺസൂൺ വിൻഡാണ്. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്രോപ്സ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ബ്ലാക്ക് സോയിൽ? ഓക്കെ, ബ്ലാക്ക് സോയിലിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പ് ഏതാണ്? ദാറ്റ് ഈസ് കോട്ടൺ ആണ്. കോട്ടൺ ഈസ് ഓൾസോ ബ്ലാക്ക് സോയിൽ ഈസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ബിക്കോസ് ഇറ്റ് ഈസ് ഫേമസ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ. ഓക്കെ, ബ്ലാക്ക് സോയിലിന് പ്രത്യേകം ബ്ലാക്ക് സോയിലിന് വേറൊരു പേരാണ് റഗൂർ സോയിൽ എന്നും ബ്ലാക്ക് സോയിൽ അറിയപ്പെടാറുണ്ട്. റഗൂർ സോയിൽ ഓർ സെൽഫ് പ്ലോവിങ് ആക്ടിവിറ്റി നടക്കുന്ന സോയിലാണ് നമ്മുടെ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. സോ സെൽഫ് പ്ലോവിങ് സോയിൽ എന്നും ബ്ലാക്ക് സോയിലിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഈ സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്